ശ്രദ്ധിക്കുക, ഒറ്റയ്ക്കുള്ള ഡ്രൈവിംഗ് പഠനം സുരക്ഷിതമല്ല. ഡ്രൈവിംഗ് സ്കൂളിന്റെ സഹായത്തോടെ ലേണേഴ്സ് ലൈസൻസ് എടുത്തതിന് ശേഷം ഡ്രൈവിംഗ് പഠനം ആരംഭിക്കും. ഹലോ ഫ്രണ്ട്സ്, നമസ്കാരം. ഞാൻ ഗുഡ്സൺ കട്ടപ്പന. നമുക്കൊരു കാറ് നന്നായിട്ട് ഓടിക്കണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഡ്രൈവിങ്ങിൽ ഒരുപാട് കാര്യങ്ങൾ പഠിച്ചെടുക്കേണ്ടതായിട്ട് ഉണ്ട്. അത്തരത്തിൽ വാഹനം ഓടിച്ചു തുടങ്ങുന്ന അല്ലെങ്കിൽ ഒരുപാട് ഓടിച്ചു പരിചയമില്ലാത്ത ബിഗിനേഴ്സിന് ഡ്രൈവിങ്ങിൽ സംഭവിക്കാൻ സാധ്യതയുള്ള ഡ്രൈവിങ്ങിൽ നിങ്ങൾ നിർബന്ധമായിട്ട് ഫേസ് ചെയ്യേണ്ട ഒരു സിറ്റുവേഷനെ കുറിച്ചാണ് വീഡിയോയിൽ പങ്കുവെക്കുന്നത്. അതായത് നമുക്ക് ചില വില്ലേജ് റോഡുകളിലൂടെയൊക്കെ വാഹനം ഡ്രൈവ് ചെയ്ത് പോകേണ്ട സിറ്റുവേഷൻ വരും. അങ്ങനെ സിറ്റുവേഷൻ വരുമ്പോൾ ചിലപ്പോൾ നമുക്ക് അവിടെ ഇട്ട് വാഹനം തിരിച്ചെടുക്കേണ്ട സാഹചര്യവും വരും. കാരണം മുന്നിലേക്ക് പോയി കഴിഞ്ഞാൽ തിരിച്ചെടുക്കാനായിട്ടുള്ള സ്പേസ് കാണത്തില്ല. വില്ലേജ് റോഡാകുമ്പോൾ റോഡിന് വീതി കുറവായിരിക്കും. അപ്പോൾ ഇത്തരത്തിലുള്ള ഒരു സിറ്റുവേഷൻ വന്നു കഴിഞ്ഞാൽ നമ്മളുടെ വാഹനം മുന്നിലേക്കും പിന്നിലേക്കും ഒക്കെ എടുത്ത് 2-3 തവണയൊക്കെ എടുത്ത് വേണം നമ്മൾ വാഹനം തിരിച്ചെടുക്കാനായിട്ട്. അതുകൊണ്ട് ഇന്നത്തെ ഒരു വീഡിയോയിൽ ഇത്തരത്തിലുള്ള ഒരു സാഹചര്യത്തിൽ വന്ന് പെട്ട് കഴിഞ്ഞാൽ നമുക്ക് എങ്ങനെ ഒരു വാഹനം ചെറിയൊരു സ്പേസിലിട്ട് തിരിക്കാമെന്നുള്ളതാണ് ഇന്നത്തെ ഒരു വീഡിയോയുടെ കണ്ടന്റ്. ഞാൻ ഈ ദിവസങ്ങളിൽ ചെയ്തിരുന്ന ഓരോ വീഡിയോകളും വാഹനം ഓടിച്ചു തുടങ്ങുന്ന ഒരാളെ സംബന്ധിച്ച് നിങ്ങൾ ഡ്രൈവിങ്ങിൽ കൃത്യമായിട്ട് ഫേസ് ചെയ്യേണ്ട ചില സിറ്റുവേഷനെ കുറിച്ചാണ്. അതായത് നിർബന്ധമായിട്ട് നിങ്ങൾ ഡ്രൈവിങ്ങിൽ ഇത്തരത്തിലുള്ള സാഹചര്യങ്ങൾ ഫേസ് ചെയ്യേണ്ടതായിട്ട് വരും. അതിനുള്ള ട്രിക്ക് ഞാൻ പറഞ്ഞു തരാം. ട്രിക്ക് എന്ന് പറയുന്നത് സ്റ്റിയറിംഗ് ബാലൻസ് ഉണ്ട്, ഒപ്പം നമ്മൾ ക്ലച്ചും ബ്രേക്കും ആക്സിലറേഷനും കൺട്രോൾ ചെയ്യുന്നതുണ്ട്, ഗിയർ ഇടുന്നുണ്ട്. ഇതെല്ലാം ഒരു സ്റ്റെപ്പ് ഉണ്ട് കറക്റ്റായിട്ട് ചെയ്യേണ്ട ഒരു മെത്തേഡ്. ആ രീതി നിങ്ങൾ കറക്റ്റായിട്ട് ഒന്ന് ഫോളോ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഏതൊരാൾക്കും ചെറിയൊരു സ്പേസിലിട്ട് വാഹനത്തെ തിരിച്ചെടുക്കാനായിട്ട് കഴിയും. നമുക്ക് എന്തായാലും അതൊന്ന് നോക്കാം. ഓക്കെ, ഇപ്പം ഞാൻ വണ്ടി സ്റ്റാർട്ട് ചെയ്തെടുക്കാനായിട്ട് പോവാണ്. ഓക്കെ, വണ്ടി സ്റ്റാർട്ട് ചെയ്യുന്നു. കൃത്യമായിട്ട് ഫസ്റ്റ് ഗിയറിലേക്ക് ഇടുന്നു, ഹാൻഡ് ബ്രേക്ക് റിലീസ് ചെയ്ത് കൊടുത്തു. ഓക്കെ, ഇവിടെ ഞാൻ ആ വാഹനം റൈറ്റ് സൈഡിലേക്ക് എടുക്കുകയാണ്. നിങ്ങൾ നോക്കുക, റൈറ്റ് ഇൻഡിക്കേറ്റർ കൊടുക്കുന്നു, വണ്ടി റൈറ്റ് സൈഡിലേക്ക് എടുത്തു. ഓക്കെ, എന്നിട്ട് വീണ്ടും സ്റ്റിയറിങ് നേരെയാക്കി നമ്മളിത് ഇങ്ങോട്ട് വാഹനമായിട്ട് പോവാണ്. നിങ്ങൾ നോക്കി കാണുക. ഓക്കെ, ഇപ്പം നിങ്ങൾ നോക്കിയ ഒരു വില്ലേജ് റോഡാണ്. ഇപ്പം നിങ്ങൾക്ക് ഇവിടെ നോക്കിയാൽ തന്നെ മനസ്സിലാക്കാൻ കഴിയും, ഒരു വണ്ടി വന്നു കഴിഞ്ഞാൽ എനിക്ക് എൻ്റെ വണ്ടി ഇത് ഈ കട്ടിങ്ങിലേക്ക് ഇറക്കേണ്ട ഒരു സിറ്റുവേഷനാണ്. അത്തരത്തിലുള്ള ചെറിയൊരു റോഡിലാണ് ഡ്രൈവ് ചെയ്ത് വരുന്നത്. അപ്പോൾ നമുക്ക് എല്ലാ സ്പേസുകളിലും വാഹനം ഇട്ട് തിരിക്കാനായിട്ടുള്ള ഒരു ഇട നമുക്ക് കിട്ടണമെന്നില്ല. ഇപ്പോൾ ഇവിടെയൊക്കെ ആണെങ്കിൽ കണ്ടോ, ഇവിടെ നമുക്ക് വണ്ടിയുടെ ബാക്ക് കയറ്റുമോ അല്ലെങ്കിൽ ഫ്രണ്ട് കയറ്റുമോ ഒക്കെ തിരിക്കാം. പക്ഷേ ചില റോഡുകളിൽ ഈ സ്പേസുകളെ കാണത്തില്ല. അപ്പോൾ അങ്ങനെയുള്ള സിറ്റുവേഷൻ വരുമ്പോഴാണ് നമുക്ക് ഏറ്റവും കൂടുതൽ ഡ്രൈവിങ്ങിൽ പേടി വരുന്നത്. കാരണം പുറകിലേക്ക് എടുത്തു കഴിഞ്ഞാൽ ചിലപ്പോൾ കട്ടിങ് കാണും, അതുപോലെ തന്നെ മുന്നിലേക്ക് ഒരുപാട് എടുക്കാനായിട്ട് കഴിയാത്ത സാഹചര്യങ്ങളൊക്കെ വരും. അപ്പോൾ ഇവിടെ നിങ്ങൾക്ക് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ വളരെ സിമ്പിളായിട്ട് തന്നെ ഈ ഒരു കാര്യം നിങ്ങൾക്ക് ചെയ്തെടുക്കാനായിട്ട് കഴിയും. ഓക്കെ, ഇപ്പം നിങ്ങൾ നോക്കുക, എൻ്റെ വാഹനം ഞാൻ ലെഫ്റ്റ് സൈഡിലേക്ക് ഒതുക്കി നിർത്തിയേക്കാണ്. നമുക്കത് ആ ഒരു ഭാഗത്ത് പോയി നമ്മളുടെ വാഹനം ഒന്ന് തിരിച്ചെടുത്ത് പോകണം. നിങ്ങൾ നോക്കിക്കേ, ആ ഒരു ഭാഗത്ത് നമുക്ക് ഒരുപാട് സ്പേസ് ഇല്ല, ചെറിയൊരു സ്പേസ് മാത്രമേ ഉള്ളൂ. അപ്പോൾ ഇവിടെ നിങ്ങൾ ആദ്യം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത്, നിങ്ങൾ ഫസ്റ്റ് ഗിയർ കൊടുക്കുക. കൃത്യമായിട്ട് ഫസ്റ്റ് ഗിയർ കൊടുക്കുന്ന കാര്യം നിങ്ങൾ ഓർത്തോണം, മറന്നു പോകരുത്. ചില ആൾക്കാർ സെക്കൻഡ് ഗിയറിലൊക്കെ വാഹനം തിരിക്കാനായിട്ട് ശ്രമിക്കും, ചെയ്യരുത്. കൃത്യമായിട്ട് ഫസ്റ്റ് ഗിയർ കൊടുക്കുക, ഹാൻഡ് ബ്രേക്ക് ഓഫ് ചെയ്ത് കൊടുക്കുക, ഹാഫ് ക്ലച്ചിൻ്റെ പോയിന്റിലേക്ക് ആദ്യം എത്തുക. മനസ്സിലായി? എന്നിട്ട് നമ്മൾ പതുക്കെ ആക്സിലറേഷൻ കൊടുത്തുകൊണ്ട് ഹാഫ് ക്ലച്ചിൻ്റെ പോയിന്റിൽ നിന്ന് അയക്കുക. അപ്പോൾ നമ്മുടെ വണ്ടി ഓഫ് ആകാതെ നമുക്ക് ഇതുപോലെ പതിയെ ക്ലച്ച് അയച്ച് ഇത്തിരി ആക്സിലറേഷൻ കൊടുത്ത് നമുക്ക് വണ്ടി നീക്കാനായിട്ട് കഴിയും. ഓക്കെ, എന്നിട്ട് നിങ്ങൾ നോക്കിയേ, ഇവിടെ ഞാൻ റോഡിൻ്റെ ഈ കട്ടിങ്ങിൻ്റെ വെളിയിലേക്ക് ഇറക്കി പരമാവധി എൻ്റെ വാഹനത്തെ ഈ ലെഫ്റ്റ് സൈഡിലേക്ക് ഞാൻ ചേർത്ത് നിർത്താണ്. നിങ്ങൾ നോക്കുക, അതായത് ഈ ഇടത് സൈഡിൽ എത്രത്തോളം സ്പേസ് ഉണ്ടോ അത്രത്തോളം ഞാൻ എൻ്റെ വാഹനത്തെ ചേർത്ത് നിർത്തി. ഇനി ഞാൻ ചെയ്യാൻ പോകുന്ന ഒരു സ്റ്റെപ്പ് എന്ന് പറയുന്നത്, എൻ്റെ വാഹനത്തിൻ്റെ മുൻവശം ഞാൻ വലത്തേ സൈഡിലേക്ക് പൂർണ്ണമായിട്ട് എത്തിക്കും. മനസ്സിലായോ? വലത്തേ സൈഡിലേക്ക് എൻ്റെ വാഹനത്തിൻ്റെ മുൻവശം വന്നു കഴിഞ്ഞാൽ, വലത്തേ സൈഡിലേക്ക് സ്റ്റിയറിംഗ് തിരിച്ച് ആ ഒരു സൈഡിലേക്ക് വന്നു കഴിഞ്ഞാൽ പിന്നെ നമ്മൾ റിവേഴ്സ് ഗിയർ കൊടുത്ത് നമ്മുടെ വണ്ടിയുടെ ബാക്ക് ആ ഒരു സൈഡിലേക്ക് തന്നെ കൊണ്ടുവരണം. അങ്ങനെ കൊണ്ടുപോയെങ്കിൽ മാത്രമേ പിന്നെ നമുക്ക് വാഹനം തിരിച്ചെടുത്ത് മുന്നോട്ട് പോകാനായിട്ട് കഴിയത്തുള്ളൂ. അപ്പോൾ ആ ഒരു കാര്യം കൃത്യമായിട്ട് നിങ്ങൾ ചെയ്യണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു ട്രിക്ക് എന്ന് പറയുന്നത്, ഇപ്പം ഞാൻ വലത്തേ സൈഡിലേക്ക് സ്റ്റിയറിംഗ് പൂർണ്ണമായിട്ട് ഒടിച്ചു കൊടുക്കും. ഒടിച്ചു കൊടുത്ത് ലോക്ക് ആക്കുന്നു. എന്നിട്ട് വണ്ടി ഓഫ് ആകാതിരിക്കാനായിട്ട് ബ്രേക്കേൽ കാല് വെക്കും. എന്നിട്ട് ഹാഫ് ക്ലച്ചിൻ്റെ കറക്റ്റ് ആയിട്ടുള്ള പോയിന്റിലേക്ക് വരും. എന്നിട്ട് ഓഫ് ആകാതെ എടുക്കാനായിട്ട് ശ്രദ്ധിക്കേണ്ട ഒരു മാർഗ്ഗം എന്ന് പറയുന്നത്, ഇത്തിരി ആക്സിലറേഷൻ കൊടുത്തുകൊണ്ട് ക്ലച്ചിൽ നിന്ന് റിലീസ് ചെയ്യണം. അതായത് നിങ്ങൾ നോക്കിയാൽ ഹാഫ് ക്ലച്ചിൻ്റെ പോയിന്റിൽ വന്നു, ഇത്തിരി ആക്സിലറേഷൻ കൊടുത്തുകൊണ്ട് ക്ലച്ചിൽ നിന്ന് റിലീസ് ചെയ്തപ്പോൾ എൻ്റെ വണ്ടി പൂർണ്ണമായിട്ടും വലത്തെ സൈഡിലേക്ക് വന്നു. കണ്ടോ? ഈ ഒരു എൻഡിലേക്ക് പരമാവധി വരിക. ഇനി എന്ത് ചെയ്യുന്നു? റിവേഴ്സ് ഗിയർ കൊടുക്കുന്നു. എന്നിട്ട് വലത്ത് പിടിച്ച സ്റ്റിയറിങ്ങിനെ പൂർണ്ണമായിട്ട് ഇടത്തെ സൈഡിലേക്ക് പിടിക്കണം. കണ്ടോ? എന്നിട്ട് റിവേഴ്സ് എടുക്കുന്ന സമയത്ത് എൻ്റെ വണ്ടിയുടെ ബാക്ക് ഇങ്ങോട്ടാണ് പോകേണ്ടത്. അതിന് ഞാൻ ആദ്യം ഹാഫ് ക്ലച്ചിൻ്റെ പോയിന്റിലേക്ക് വരുന്നു. നിങ്ങൾ നോക്കിക്കേ, എന്നിട്ട് ലെഫ്റ്റ് മിറർ നോക്കും, റൈറ്റ് മിറർ നോക്കും, സെൻറ്റർ മിറർ നോക്കും. എന്നിട്ട് ഹാഫ് ക്ലച്ചിൻ്റെ പോയിന്റിൽ വന്നിട്ട് ഇത്തിരി ആക്സിലറേഷൻ കൊടുത്തിട്ട് ക്ലച്ചിനെ നയിക്കുമ്പോൾ എൻ്റെ വണ്ടി കറക്റ്റായിട്ട് ബാക്കിലേക്ക് പോകും. നിങ്ങൾ നോക്കുക, എന്നിട്ട് ജസ്റ്റ് തിരിഞ്ഞ് നിങ്ങൾ വണ്ടിയുടെ ബാക്ക് ഈ ഒരു ഭാഗം ഇങ്ങനെ നോക്കുക, ഒപ്പം തന്നെ വലത്തെ സൈഡും ഇങ്ങനെ നോക്കുക. വണ്ടി ബാക്കിലേക്ക് വന്നു. എന്നിട്ട് പൂർണ്ണമായിട്ട് ക്ലച്ചും ബ്രേക്കും ചവിട്ടി നിർത്തുക. ഇപ്പം നിങ്ങൾ നോക്കി, എൻ്റെ വണ്ടി ഈ സൈഡ് മാറി നിൽക്കുകയാണ്. വീണ്ടും ഞാനിത് ഫസ്റ്റ് ഗിയർ കൊടുത്ത്
റൈറ്റ് സൈഡിലേക്ക് പൂർണ്ണമായിട്ട് ഞാൻ സ്റ്റിയറിംഗ് തിരിക്കുകയാണ്. നിങ്ങൾ നോക്കിയാൽ റൈറ്റ് സൈഡിലേക്ക് പൂർണ്ണമായിട്ട് ഞാൻ സ്റ്റിയറിംഗ് തിരിക്കുന്നു. ഇങ്ങനെ തിരിച്ചിട്ട് ഇനി ഞാൻ എടുത്തു കഴിഞ്ഞാൽ എനിക്ക് വളരെ സുഖകരമായിട്ട് ഈ സ്പേസിൽ നിന്ന് വണ്ടി എടുത്തു പോകാൻ കഴിയും. ഇപ്പോൾ തന്നെ ഇവിടെ ഒരു ഓട്ടോ കയറിപ്പോയപ്പോൾ അവിടെ നല്ല സ്പേസ് വന്നു. അതെന്തുകൊണ്ടാണ്? ബാക്കിലേക്ക് നമ്മൾ അത്രയും തിരിഞ്ഞു വന്നതുകൊണ്ടാണ് ആ ഒരു സ്പേസ് നമുക്ക് കിട്ടിയത്. ഇനി ഫസ്റ്റ് ഗിയർ കൊടുക്കുക, ഹാഫ് ക്ലച്ചിൻ്റെ പോയിന്റിലേക്ക് കറക്റ്റായിട്ട് എത്തുക. എന്നിട്ട് എന്ത് ചെയ്യുന്നു? ഇത്തിരി ആക്സിലറേഷൻ കൊടുത്തുകൊണ്ട് ക്ലച്ചിൽ നിന്ന് റിലീസ് ചെയ്യുന്ന സമയത്ത് നിങ്ങൾ നോക്കി വണ്ടി തിരിഞ്ഞ് റോഡിൻ്റെ ഇടത്തെ സൈഡിലേക്ക് വന്നിട്ട് നമ്മളിത് ഒരു 1.5 റൗണ്ട് സ്റ്റിയറിങ്ങിനെ നേരെയാക്കി ഇങ്ങോട്ട് കൊടുത്തു കഴിഞ്ഞാൽ നമ്മളുടെ വാഹനം കണ്ടോ വളരെ സിമ്പിളായിട്ട് ചെറിയ സ്പേസിൽ തിരിച്ചെടുക്കാനായിട്ട് കഴിയും. അപ്പോൾ ഇവിടെ നിങ്ങൾക്ക് വീണ്ടും ഒരു സംശയം ഉണ്ടാകും, ഇങ്ങനെ തിരിക്കുന്ന സമയത്ത് സ്റ്റിയറിങ്ങിൻ്റെ ആ ഒരു കൺട്രോളിങ് അതെങ്ങനെയാണ്? അത് നമ്മൾ ബാക്കിലേക്ക് എടുക്കുന്ന സമയത്ത് ചിലപ്പോൾ നമുക്കത് മനസ്സിലാകാൻ പറ്റുന്നില്ല, ഏത് സൈഡിലേക്കാണ് സ്റ്റിയറിംഗ് തിരിക്കേണ്ടത് എന്നുള്ളൊരു ഐഡിയ ചിലപ്പോൾ നമുക്ക് കിട്ടത്തില്ല എന്ന് പല ആൾക്കാരും പറയാറുണ്ട്. അത് നിങ്ങൾക്ക് പെട്ടെന്ന് മനസ്സിലാക്കി എടുക്കാൻ കഴിയണം. കാരണം നമ്മൾ വണ്ടി തിരിക്കുന്ന സമയത്ത് പെട്ടെന്ന് ഈ ഒരു ഐഡിയ നമ്മുടെ മൈൻഡിലേക്ക് എവിടോട്ട് സ്റ്റിയറിംഗ് തിരിക്കണം, എങ്ങോട്ട് തിരിക്കണം എന്നുള്ളൊരു ഐഡിയ കിട്ടിയില്ലെങ്കിൽ നമ്മൾ വാഹനം എടുക്കുന്ന സമയത്ത് നമ്മൾ കുറച്ച് നേരം അവിടെ അങ്ങ് നിന്ന് പോകേണ്ട ഒരു സിറ്റുവേഷൻ വരും. മനസ്സിലായോ? അപ്പോൾ അതിന് നിങ്ങൾക്ക് സിമ്പിളായിട്ട് ആ ഒരു കാര്യം മനസ്സിലാക്കാനായിട്ടുള്ള ഒരു ട്രിക്ക് നിങ്ങളെ ഞാൻ കാണിച്ചു തരാം. അതായത് നമുക്ക് ഇപ്പോൾ എൻ്റെ വണ്ടി ഇടത്തെ സൈഡാണ് നിൽക്കുന്നത്, നമുക്ക് വലത്തെ സൈഡിലേക്ക് വണ്ടിയുടെ ഫ്രണ്ട് പോകണം. അതിനെന്ത് ചെയ്യുന്നു? സ്റ്റിയറിംഗ് പൂർണ്ണമായിട്ട് വലത്തെ സൈഡിലേക്ക് പിടിക്കുന്നു. ഇത് നിങ്ങൾ കൃത്യമായിട്ട് ഓർക്കുക. അപ്പോൾ നമ്മൾ എങ്ങോട്ടാണ് പിടിച്ചേക്കുന്നത്? വലത് പിടിച്ചേക്കുന്നു. എന്നിട്ട് ഹാഫ് ക്ലച്ചിൻ്റെ പോയിന്റ് വരുന്നു, ആക്സിലറേഷൻ കൊടുത്തെടുക്കുകയാണ്. ബാക്ക് സൈഡും കൂടെ നോക്കി, റൈറ്റ് മിററിലൂടെ ബാക്ക് സൈഡും കൂടെ നോക്കിയത് ഈ റോഡിൻ്റെ എൻഡ് ഭാഗത്തേക്ക് നമ്മൾ പരമാവധി ഇങ്ങനെ വന്നു. ഓക്കെ, അപ്പോൾ നമ്മൾ വലത് പിടിച്ചേക്കുവാണല്ലോ. ഇനി റിവേഴ്സ് ഗിയർ കൊടുക്കുക. എന്നിട്ട് വലത് പിടിച്ച സ്റ്റിയറിങ്ങിന് ഇടത് പിടിക്കുക ഫുള്ള്. ഇത്രയേ ഉള്ളൂ. നമ്മൾ ഏത് ഡയറക്ഷനിലാണ് പിടിച്ചേക്കുന്നത് അതിൻ്റെ നേരെ ഓപ്പോസിറ്റ് ഡയറക്ഷൻ പിടിക്കുക. എന്നിട്ട് ഹാഫ് ക്ലച്ചിൻ്റെ പോയിന്റ് വരിക, ആക്സിലറേഷൻ കൊടുത്ത് നേരെ ബാക്കിലേക്ക് എടുക്കുക. റൈറ്റ് മിറർ നോക്കുന്നു, ലെഫ്റ്റ് നോക്കി നേരെ ബാക്കിലേക്ക് എടുക്കുന്നു. എന്നിട്ട് വണ്ടി ഇവിടെ ചവിട്ടി നിർത്തി. വീണ്ടും ഫസ്റ്റ് കൊടുത്തു, നമ്മൾ ഇടത് പിടിച്ചതിനെ പൂർണ്ണമായിട്ട് വലതേ സൈഡിലേക്ക് പിടിക്കുന്നു. കണ്ടോ? അതായത് ഇടത് പിടിച്ചതാണ്, അത് നമ്മൾ വീണ്ടും എന്ത് ചെയ്തു? വലതേ സൈഡിലേക്കും കൂടെ പിടിച്ചു. മനസ്സിലായോ? അവിടെ നമ്മൾ ഇടത് പിടിച്ച് റിവേഴ്സ് എടുത്തത് വീണ്ടും വന്നിട്ട് എന്ത് ചെയ്യുന്നു? വലതേ സൈഡിലേക്ക് പിടിക്കുന്നു. വലതേ സൈഡിലേക്ക് പിടിച്ച് ഫ്രണ്ടിലേക്ക് എടുത്തു കഴിഞ്ഞാൽ നമുക്ക് വാഹനത്തെ ഇതുപോലെ കൃത്യമായിട്ടും തിരിച്ചെടുക്കാനായിട്ട് കഴിയും. ഇനി നമുക്ക് ഇവിടെ സ്റ്റിയറിംഗ് നേരെയാക്കാനായിട്ട് നിങ്ങൾ ചെയ്യേണ്ടത്, ഇപ്പോൾ വലത്തേ സൈഡിലേക്ക് പിടിച്ചേക്കുവാണല്ലോ, ഇവിടുന്ന് ഞാനിത് ഒരു 1/2 റൗണ്ട് പിടിച്ചു. ഇപ്പോൾ എൻ്റെ വണ്ടിയുടെ സ്റ്റിയറിംഗ് നേരെയായിട്ടുണ്ട്. വീണ്ടും ഞാൻ ഇവിടുന്ന് ഇത് 1 റൗണ്ട് പിടിച്ചു. ഇപ്പോൾ എൻ്റെ വണ്ടിയുടെ ടയർ നേരെയായിട്ടുണ്ട്. ഇനി ജസ്റ്റ് ക്ലച്ച് അയച്ച് ആക്സിലറേഷൻ കൊടുത്തു കഴിഞ്ഞാൽ എൻ്റെ വാഹനം കറക്റ്റ് നേരെയായിട്ട് പോകാനായിട്ട് കഴിയും. അപ്പം ഇങ്ങനെ തിരിവുകളെ മനസ്സിലാക്കി പ്രോപ്പറായിട്ട് നിങ്ങൾ എന്ത് ചെയ്യണം? ഈ ടൈമിൽ ഹാഫ് ക്ലച്ചും ആക്സിലറേഷനും കറക്റ്റായിട്ട് യൂസ് ചെയ്യാൻ പഠിക്കണം. ഒപ്പം തന്നെ നിങ്ങൾ ടൈമിങ്ങിൽ ഗിയർ ഇടാനായിട്ട് പഠിക്കണം. അപ്പോൾ ഇതിന് നിങ്ങൾ ചെയ്യേണ്ടത് എന്തെന്ന് പറയുന്നത്, ചെറിയൊരു ഗ്രൗണ്ടിലിട്ട് ഈ ഒരു കാര്യം നിങ്ങളിങ്ങനെ ഒന്ന് പഠിക്കുക. ഒരു ഐഡിയ നിങ്ങൾക്ക് ആദ്യം ലഭിക്കുക. ഐഡിയ ലഭിച്ചു കഴിഞ്ഞാൽ പിന്നെ നിങ്ങൾ ഇത്തരത്തിലുള്ള ചെറിയ സ്പേസുകളിൽ പോയി വാഹനം തിരക്കില്ലാത്ത ഏരിയയിലെ ഇത് തിരിക്കാവുള്ളൂ. അങ്ങനെയുള്ള ഏരിയ പോയി ജസ്റ്റ് ഇതൊന്ന് പ്രാക്ടീസ് ചെയ്ത് നോക്കുക. പ്രത്യേകിച്ച് ഒരു വില്ലേജ് റോഡിലൊക്കെ ഡ്രൈവ് ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഇത് ഉപകാരപ്പെടും. കാരണം നമുക്ക് വേറൊരു വാഹനം തിരിക്കാനായിട്ടുള്ള സ്പേസ് ഇല്ലാതെ വന്നു കഴിഞ്ഞാൽ നമുക്ക് മറ്റൊരു മാർഗ്ഗമില്ല. ഇത് നിർബന്ധമായിട്ട് ഒരു ഡ്രൈവർ ഡ്രൈവിങ്ങിൽ അറിഞ്ഞിരിക്കേണ്ട ഒരു കാര്യമാണ്. അപ്പം ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് പ്രയോജനം ചെയ്തെന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ ഇന്നത്തെ ഒരു വീഡിയോ നിങ്ങൾക്ക് പതിവ് പോലെ പ്രയോജനം ചെയ്തെന്ന് വിശ്വസിക്കുന്നു. വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ വീഡിയോ മറ്റുള്ളവർക്കൊന്ന് ഷെയർ ചെയ്യുക. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ടേക്ക്. ഒപ്പം തന്നെ നിങ്ങൾക്ക് ഡ്രൈവിംഗ് പ്രാക്ടീസ് ആവശ്യമുണ്ടെങ്കിൽ എന്നെ കോൺടാക്ട് ചെയ്യാം. എൻ്റെ വാട്സപ്പ് നമ്പർ, ഫേസ്ബുക്ക്, ഇൻസ്റ്റാഗ്രാം പേജിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തേക്കാം.